ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് LDC 100 Days ചലഞ്ച് ഡേ 66 ആണ്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, LDC 100 Days ചലഞ്ച് ഡേ 66 ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇന്ന് എന്താണ് പഠിക്കാനുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള PSC പുറത്തിറക്കുന്ന PSC ബുള്ളറ്റിനിലെ തിരഞ്ഞെടുക്കപ്പെട്ട 50 പ്രസ്താവന ചോദ്യങ്ങളാണ്. സുഹൃത്തുക്കൾ പഠിക്കുക, ഈ പ്രസ്താവന ചോദ്യങ്ങൾ ചോദിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. ശ്രദ്ധിക്കുക, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പുറത്തിറക്കുന്ന PSC ബുള്ളറ്റിൻ എന്ന് പറയുന്ന പതിപ്പിൽ നിന്നും തിരഞ്ഞെടുത്ത 50 പ്രസ്താവന ചോദ്യങ്ങളാണ്. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ ചോദ്യങ്ങളെന്ന്. ഒന്നാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര ജനസംഖ്യാ ദിനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെല്ലാം? അന്താരാഷ്ട്ര ജനസംഖ്യാ ദിനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെല്ലാം എന്നാണ് ചോദ്യം. ഒന്നാമത്തെ പോയിന്റ്, ഐക്യരാഷ്ട്രസഭ എല്ലാ വർഷവും ജൂലൈ 11 അന്താരാഷ്ട്ര ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നു. ഐക്യരാഷ്ട്രസഭ എല്ലാ വർഷവും ജൂലൈ 11 അന്താരാഷ്ട്ര ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നു. 1987 ജൂലൈ 11 ഭൂമിയിലെ മനുഷ്യരുടെ എണ്ണം 500 കോടി തികഞ്ഞു. 1987 ജൂലൈ 11 ഭൂമിയിലെ എല്ലാ മനുഷ്യരുടെയും എണ്ണം 500 കോടി തികഞ്ഞു. ജനസംഖ്യാ ദിനം എന്ന ആശയം ആദ്യമായി നിർദ്ദേശിച്ചത് ഡോക്ടർ KC സക്കറിയയാണ്. ജനസംഖ്യാ ദിനം എന്ന ആശയം ആദ്യമായി നിർദ്ദേശിച്ചത് ഡോക്ടർ KC സക്കറിയ എന്ന മലയാളിയാണ്. 141 കോടി ജനമുള്ള ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം. 141 കോടി ജനങ്ങളുള്ള ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം. ഇത്രയുമായിരുന്നു പറഞ്ഞിരുന്ന പ്രസ്താവനകൾ. ഈ പ്രസ്താവനകളെല്ലാം ശരിയാണ് കേട്ടോ. അപ്പൊ ഒന്നുകൂടി പറയാം, ഈ പറഞ്ഞിരിക്കുന്ന പ്രസ്താവനകളെല്ലാം ശരിയാണ്. ശ്രദ്ധിച്ചോളനെ. അന്താരാഷ്ട്ര ജനസംഖ്യാ ദിനവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെല്ലാം എന്നാണ് ചോദിച്ചത്. ശരിയായ ഉത്തരം ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഐക്യരാഷ്ട്രസഭ എല്ലാ വർഷവും ജൂലൈ 11 അന്താരാഷ്ട്ര ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നു. 1987 ജൂലൈ 11 ഭൂമിയിലെ മനുഷ്യരുടെ എണ്ണം 500 കോടി തികഞ്ഞിരുന്നു. അതിന്റെ ഓർമ്മയാർത്ഥമാണ് ജൂലൈ 11 അന്താരാഷ്ട്ര ജനസംഖ്യാ ദിനമായിട്ട് തിരഞ്ഞെടുത്തത്. ജനസംഖ്യാ ദിനം എന്ന ആശയം ആദ്യമായി നിർദ്ദേശിച്ചത് ഡോക്ടർ KC സക്കറി എന്ന മലയാളിയാണ്. പഠിച്ചോളനെ. ജനസംഖ്യാ ദിനം എന്ന ആശയം ആദ്യമായി നിർദ്ദേശിച്ചത് ഡോക്ടർ KC സക്കറിയ എന്ന മലയാളിയാണ്. 141 കോടി ജനങ്ങളുള്ള ഇന്ത്യയിലാണ് ലോകത്ത്, അല്ലെങ്കിൽ ഇന്ത്യയാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം. പഠിക്കുക. രണ്ടാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ MS സ്വാമിനാഥനാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥൻ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ ഹീറോ എന്നറിയപ്പെടുന്നത് MP സിംഗ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ ഹീറോ എന്നറിയപ്പെടുന്നത് MP സിംഗ്. ഇന്ത്യൻ ഹരിത വിപ്ലവം നടന്ന സമയത്ത് കൃഷിമന്ത്രി സുബ്രഹ്മണ്യനാണ്. ശ്രീ സുബ്രഹ്മണ്യമാണ്. അതുപോലെ ലോക ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നോർമൻ ബോർലോഗ് ആണ്. ഇതിൽ ഏതാ സുഹൃത്തുക്കളെ ശരി? ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റും ശരിയാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ MS സ്വാമിനാഥനാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ ഹീറോ എന്നറിയപ്പെടുന്നത് MP സിംഗ് ആണ്. കേട്ടില്ലാത്ത സുഹൃത്തുക്കൾ പഠിച്ചോളനെ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ ഹീറോ എന്നറിയപ്പെടുന്നത് MP സിംഗ് ആണ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവം നടക്കുന്ന സമയത്ത് കൃഷിമന്ത്രി ആരെന്ന് ചോദിച്ചാൽ സുബ്രഹ്മണ്യമാണ്. പഠിച്ചോൾ. ലോക ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ നോർമൻ ബോർലോഗ് ആണ് കേട്ടോ. ആരാണ്? നോർമൻ ബോർലോഗ് ആണ്. ശ്രീ സുബ്രഹ്മണ്യം അല്ല, ശ്രമിക്കുക, C സുബ്രഹ്മണ്യമാണ് കേട്ടോ. C സുബ്രഹ്മണ്യമാണ്. പഠിക്കുക. താഴെ പറയുന്നവയിൽ കേരളത്തിൽ നിന്നും വിജയിച്ച സഹമന്ത്രിയായ സുരേഷ് ഗോപി കൈകാര്യം ചെയ്യുന്ന മേഖലകൾ ഏതെല്ലാം എന്നാണ്. ഓപ്ഷൻ A പറഞ്ഞിരിക്കുന്നു പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം. ഓപ്ഷൻ B പറഞ്ഞിരിക്കുന്നു തുറമുഖം, ഫിഷിംഗ്, ജലഗതാഗതം. ഓപ്ഷൻ C പറഞ്ഞിരിക്കുന്നു ആരോഗ്യം, കുടുംബക്ഷേമം, രാസവളം. ഓപ്ഷൻ D പറഞ്ഞിരിക്കുന്നു കോർപ്പറേറ്റ് കാര്യം, റോഡ് ഗതാഗതം, ഹൈവേ. ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏതാണ് സുരേഷ് ഗോപി സഹമന്ത്രിയായിട്ട് കൈകാര്യം ചെയ്യുന്ന മേഖല എന്നാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ A ആണ്. പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം എന്നീ മേഖലകളാണ് ഇവിടെ കേരളത്തിൽ നിന്ന് വിജയിച്ച സഹമന്ത്രിയായ സുരേഷ് ഗോപി കൈകാര്യം ചെയ്യുന്നത്. പഠിച്ചോളനെ. നല്ലൊരു ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ കേരളത്തിൽ നിന്ന് വിജയിച്ച സഹമന്ത്രിയായ സുരേഷ് ഗോപി കൈകാര്യം ചെയ്യുന്ന മേഖലകൾ ഏതെല്ലാം എന്ന് ചോദിച്ചാല് പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം എന്നിവയാണ്. ഏതൊക്കെയാണ്? പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം എന്നീ മേഖലകളിലാണ് സുരേഷ് ഗോപി സഹമന്ത്രിയായിട്ട് പ്രവർത്തിക്കുന്നത്. പഠിക്കുക. നാലാമത്തെ ചോദ്യം, അഗ്നി 5 മിസൈലുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക.
ഒന്നാമത്തെ പ്രസ്താവന ഇന്ത്യയുടെ ബഹുലക്ഷ്യ മിസൈലായ അഗ്നി 5ന്റെ ആക്രമണ പരിധി 4000 കിലോമീറ്റർ ആണ്. രണ്ടാമത്തെ പോയിന്റ് അഗ്നി 5 ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ആണ്. മൂന്നാമത്തെ പോയിന്റ് അഗ്നി 5 പരീക്ഷണത്തിന്റെ രഹസ്യനാമം മിഷൻ ദിവ്യാസ്ത്ര എന്നാണ്. നാലാമത്തെ പോയിന്റ് അഗ്നി 5 പരീക്ഷണത്തിന് നേതൃത്വം നൽകിയത് ഷീന റാണിയാണ്. ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന എന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ പ്രസ്താവനയാണ്. എന്താണ് അവിടെ തെറ്റെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ ബഹുലക്ഷ്യ മിസൈലായ അഗ്നി 5ന്റെ ആക്രമണ പരിധി എന്ന് പറയുന്നത് 4000 കിലോമീറ്റർ അല്ല. എത്രയാ സുഹൃത്തുക്കളെ? 5000 കിലോമീറ്റർ ആണ് കേട്ടോ. പഠിച്ചോളനെ. ഇന്ത്യയുടെ ബഹുലക്ഷ്യ മിസൈൽ ആയിട്ടുള്ള അഗ്നി മിസൈലിന്റെ ആക്രമണ പരിധി അഗ്നി മിസൈൽ 5ന്റെ ആണ് കേട്ടോ. അഗ്നി മിസൈലിന്റെ 5ാമത്തെ പതിപ്പിന്റെ ആക്രമണ പരിധി എത്രയാണ്? 5000 കിലോമീറ്റർ ആണ്. എത്ര കിലോമീറ്റർ ആണ്? 5000 കിലോമീറ്റർ ആണ്. ഇനി അഗ്നി 5 എന്ന് പറയുന്ന മിസൈൽ ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ആണ്. അഗ്നി 5 എന്ന് പറയുന്നത് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ആണ്. അഗ്നി 5ന്റെ പരീക്ഷണ രഹസ്യനാമം അറിയപ്പെടുന്ന പേര് മിഷൻ ദിവ്യാസ്ത്ര എന്നാണ്. പഠിച്ചോളനെ. അഗ്നി 5ന്റെ പരീക്ഷണത്തിന്റെ രഹസ്യനാമം എന്താ സുഹൃത്തുക്കളെ? മിഷൻ ദിവ്യാസ്ത്ര എന്നാണ്. ഇനി അഗ്നി 5 പരീക്ഷണത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഷീന റാണിയാണ്. പഠിച്ചോളനെ. അഗ്നി 5ന്റെ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയ വനിത ആരാണ്? ഷീന റാണിയാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കുക. അഗ്നി 5 മിസൈലുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ഇന്ത്യയിലെ ബഹുലക്ഷ്യ മിസൈലായ അഗ്നി 5ന്റെ ആക്രമണ പരിധി എന്ന് പറയുന്നത് 4000 കിലോമീറ്റർ അല്ല കേട്ടോ. എത്രയാണ്? 5000 കിലോമീറ്റർ ആണ്. എടുത്തു പഠിച്ചോളനെ. അഗ്നി 5 ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ്. അഗ്നി 5ന്റെ പരീക്ഷണത്തിന്റെ രഹസ്യനാമം മിഷൻ ദിവ്യാസ്ത്ര എന്നാണ്. അഗ്നി 5 പരീക്ഷണത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഷീന റാണിയാണ്. പഠിക്കുക. നമ്മുടെ 5ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ പ്രസ്താവന അന്താരാഷ്ട്ര വനവർഷമായി ആചരിച്ചത് 2010 ആണ്. രണ്ടാമത്തെ പ്രസ്താവന ലോകത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള രാജ്യം റഷ്യയാണ്. മൂന്നാമത്തെ പ്രസ്താവന ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശ് ആണ്. നാലാമത്തെ പ്രസ്താവന കേരളത്തിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല വയനാടാണ്. ഇതിൽ ഏതാ സുഹൃത്തുക്കളെ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2, 3, 4 മാത്രമാണ് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവനയിൽ എന്താ തെറ്റെന്ന് ചോദിച്ചാൽ അന്താരാഷ്ട്ര വനവർഷമായി ആചരിച്ചത് 2010 അല്ല 2011 ആണ് കേട്ടോ. ശ്രദ്ധിച്ചോളനെ. അന്താരാഷ്ട്ര വനവർഷമായി ആചരിച്ചത് 2011 ആണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള രാജ്യം റഷ്യയാണ്. അത് വളരെ ശരിയായ പോയിന്റ് ആണ്. ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശ് ആണ്. കേരളത്തിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല എന്ന് ചോദിച്ചാൽ അത് വയനാട് ജില്ലയാണ്. ഒന്നുകൂടി പറയാം, ശ്രദ്ധിച്ചോളെ സുഹൃത്തുക്കളെ. താഴെ പറയുന്നത് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ അന്താരാഷ്ട്ര വനവർഷമായി നമ്മൾ ആചരിച്ചത് 2011 ലോകത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള രാജ്യം റഷ്യയാണ്. ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് മധ്യപ്രദേശ്. കേരളത്തിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല വയനാട് ജില്ലയാണ്. പഠിക്കുക. ഇനി സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒരു ചോദ്യം. ഏറ്റവും കൂടുതൽ വനമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഏറ്റവും കൂടുതൽ വനമുള്ള കേരളത്തിലെ ജില്ല അറിയാവുന്ന സുഹൃത്തുക്കളെ ഒന്ന് കമന്റ് ചെയ്യുക. കേരളത്തിൽ ഏറ്റവും കുറച്ച് വനമുള്ള ജില്ല ഏതാ സുഹൃത്തുക്കളെ? അത് ആലപ്പുഴ ജില്ലയാണ് അല്ലെ. നമ്മൾ ഒരുപാട് പേർക്ക് അറിയാവുന്ന പോയിന്റ് ആണ്. ആലപ്പുഴ ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും കുറച്ച് വനമുള്ള ജില്ല കേട്ടോ. അപ്പൊ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല സുഹൃത്തുക്കൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ 6ാമത്തെ ചോദ്യം എം.എൻ. റോയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. എം.എൻ. റോയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക എന്നുള്ളതാണ്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവ്. ഒന്നാമത്തെ പോയിന്റ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവ്. രണ്ടാമത്തെ പോയിന്റ് റാഡിക്കൽ ഹ്യൂമാനിസം എന്ന തത്വശാസ്ത്രത്തിന്റെ പിതാവ്. മൂന്നാമത്തെ പോയിന്റ് ജനകീയാസൂത്രണം എന്ന വാക്ക് ഉപയോഗിച്ച വ്യക്തി. നാലാമത്തെ പോയിന്റ് എം.എൻ. റോയിയുടെ പ്രശസ്തമായ പുസ്തകമാണ് ഇന്ത്യ ട്രാൻസിഷൻ. എന്താണ്? ഇന്ത്യ ട്രാൻസിഷൻ. ഈ പറഞ്ഞിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ് കേട്ടോ. താഴെ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അപ്പൊ ഒന്നുകൂടി നമുക്ക് നോക്കാം. എം.എൻ. റോയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവ് എന്നറിയപ്പെടുന്നത് എം.എൻ. റോയി ആണ്. റാഡിക്കൽ ഹ്യൂമാനിസം എന്ന തത്വശാസ്ത്രത്തിന്റെ പിതാവ് എം.എൻ. റോയി ആണ്. റാഡിക്കൽ ഹ്യൂമാനിസം എന്ന തത്വശാസ്ത്രത്തിന്റെ പിതാവ് ചോദിച്ചാൽ അത് എം.എൻ. റോയി ആണ്. ജനകീയാസൂത്രണം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ആരാണ്? എം.എൻ. റോയി ആണ്. ജനകീയാസൂത്രണം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ എം.എൻ. റോയി ആണ്. എം.എൻ. റോയിയുടെ പ്രശസ്തമായ പുസ്തകമാണ് ഇന്ത്യ ട്രാൻസിഷൻ. പഠിച്ചോളനെ. എം.എൻ. റോയിയുടെ പ്രശസ്തമായ പുസ്തകമാണ് ഇന്ത്യ ട്രാൻസിഷൻ. നമ്മുടെ 7ാമത്തെ ചോദ്യം കേരള ന്യൂനപക്ഷ ആക്ട് 2014 അനുസരിച്ച്
താഴെ പറയുന്ന പ്രസ്താവനകൾക്ക് ഉചിതമായ ഉത്തരം തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. കേരള ന്യൂനപക്ഷ ആക്ട് 2014 അനുസരിച്ചുള്ള പ്രസ്താവനകൾ ശ്രദ്ധിച്ച് ഉചിതമായ ഉത്തരം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഒന്നാമത്തെ പ്രസ്താവന പറഞ്ഞിരിക്കുന്നു, ന്യൂനപക്ഷം എന്നത് 1992 ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിയമപ്രകാരം പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള സമുദായങ്ങളിൽ ഏതെങ്കിലും ഒന്നായിരിക്കണം. രണ്ടാമത്തെ നമ്മുടെ പോയിന്റ് പറഞ്ഞിരിക്കുന്നു, കമ്മീഷൻ അംഗങ്ങളിൽ ഒരു വനിത ഉണ്ടായിരിക്കേണ്ടതും അത് ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നും ആയിരിക്കേണ്ടതുമാണ്. ഇതിൽ ഏതാണ് ശരിയെന്നാണ് PSC ചോദിച്ചിരുന്നത്. അല്ലെ ഉചിതമായ ഉത്തരം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന 2 പോയിന്റും വളരെ ശരിയാണ് കേട്ടോ. അപ്പോൾ ഈ 2 പോയിന്റും ഇവിടെ വെച്ചങ്ങ് പഠിച്ചു വെക്കുക. കേരള ന്യൂനപക്ഷ ആക്ട് 2014 അനുസരിച്ചുള്ള പ്രസ്താവനകളാണ്. ആ 2 പ്രസ്താവനകളും പഠിച്ചോളണേ. ഒന്നാമത്തെ പ്രസ്താവന എന്താ സുഹൃത്തുക്കളെ? ന്യൂനപക്ഷം എന്നത് 1992 ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിയമപ്രകാരം പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള സമുദായം ആയിരിക്കണം. അതായത് 1992 ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിയമപ്രകാരം അവർ കുറെ സമുദായങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്, ന്യൂനപക്ഷമായിട്ട് കണക്കാക്കിയിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരു സമുദായം ആയിരിക്കണം. അതുപോലെ തന്നെ ഈ കമ്മീഷനിലെ അംഗങ്ങളിൽ ഒരു വനിത ഉണ്ടായിരിക്കേണ്ടതാണ്. ആ വനിത എവിടെയുള്ളതായിരിക്കണം? ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നും ആയിരിക്കേണ്ടതുമാണ്. ന്യൂനപക്ഷ സമുദായത്തിന്റെ ഭാഗമായിരിക്കേണ്ട വനിതയുമായിരിക്കണം. പഠിക്കുക. നമ്മുടെ 8ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളുമാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തത് കൊല്ലേരു ആന്ധ്രാപ്രദേശ്, കൊല്ലേരു ആന്ധ്രാപ്രദേശ്. ആറളം കേരളം. അതുപോലെ തന്നെ ബ്രഹ്മഗിരി കർണാടക, ബ്രഹ്മഗിരി കർണാടക. ഇതിനകത്ത് ശരിയായിട്ടുള്ള പേർ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം ഏതാ സുഹൃത്തുക്കളെ? ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം ശരി തന്നെയാണ് കേട്ടോ. പഠിച്ചോളണേ. അപ്പോൾ ഇത് ഇംഗ്ലീഷിലാണ് ക്വസ്റ്റ്യൻ എന്നേ ഉള്ളൂ. ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. താഴെ പറഞ്ഞിരിക്കുന്ന വന്യജീവി സങ്കേതങ്ങൾ ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതും തൊട്ടടുത്ത് കൊടുത്തിരിക്കുന്നു. അതിൽ ശരിയായത് തിരഞ്ഞെടുക്കാനാണ് PSC ചോദിച്ചത്. ഒന്നാമത്തെ എന്താണ്? കൊല്ലേരു. കൊല്ലൂര് എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? ആന്ധ്രാപ്രദേശിലാണ്. ആറളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരളത്തിലാണ്. ബ്രഹ്മഗിരി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കർണാടകത്തിലാണ്. ഈ ബ്രഹ്മഗിരി വന്യജീവി സങ്കേതം അങ്ങ് പഠിച്ചോളണേ. ഇപ്പൊ PSC ചോദിച്ചു തുടങ്ങിയിട്ടുണ്ടേ. ബ്രഹ്മഗിരി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കർണാടകത്തിലാണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റും ശരിയാണ്. ഒന്നുകൂടി പറയാൻ ശ്രദ്ധിക്കുക. കൊല്ലേരു വന്യജീവി സങ്കേതം ആന്ധ്രാപ്രദേശ്, ആറളം വന്യജീവി സങ്കേതം നമ്മുടെ കേരളത്തിലാണ്, ബ്രഹ്മഗിരി വന്യജീവി സങ്കേതം കർണാടകയാണ്. അതിൽ ബ്രഹ്മഗിരി വന്യജീവി സങ്കേതം ഒന്ന് ടാഗ് ചെയ്ത് പഠിക്കുക. എവിടെയാണ്? കർണാടകയിൽ. നമ്മുടെ 8ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകൾ ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? താഴെ പറയുന്ന പ്രസ്താവനകൾ ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഒന്നാമത്തെ പ്രസ്താവന, കേരളത്തിൽ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദി എന്നറിയപ്പെടുന്നു. കേരളത്തിലെ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദി എന്നറിയപ്പെടുന്നു. പാത്രക്കടവ് പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി, പാത്രക്കടവ് പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി, സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി. താഴെ പറയുന്നതിലെ ഈ 3 പോയിന്റ്സ് വായിച്ചിട്ട് നദി ഏതാണെന്നാണ് PSC ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. യെസ്, ഓപ്ഷൻ ഡി കുന്തിപ്പുഴയാണ്. അപ്പൊ കുന്തിപ്പുഴയുടെ പ്രധാനപ്പെട്ട 3 പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാ സുഹൃത്തുക്കളെ കുന്തിപ്പുഴയുടെ ആ 3 പോയിന്റ്? കേരളത്തിലെ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുന്തിപ്പുഴ. പാത്രക്കടവ് പദ്ധതി സ്ഥിതി ചെയ്യുന്ന, അല്ലെ പാത്രക്കടവ് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി എന്ന് ചോദിച്ചാൽ അത് കുന്തിപ്പുഴ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി എന്ന് ചോദിച്ചാൽ അത് കുന്തിപ്പുഴയാണ്. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി എന്ന് ചോദിച്ചാൽ കുന്തിപ്പുഴയാണ്. നമ്മുടെ ഇത്രയും നദികൾ പറഞ്ഞിരിക്കുന്നുണ്ട്. നമ്മുടെ ഓപ്ഷനിൽ ഇത്രയും നദികൾ പറഞ്ഞിരിക്കുന്നുണ്ട്. അവരുടെ പ്രത്യേകതയോട് എന്ന് പറയാം. കുറ്റ്യാടിപ്പുഴയുടെ പ്രത്യേകത എന്താ സുഹൃത്തുക്കളെ? കുറ്റ്യാടിപ്പുഴയുടെ പ്രത്യേകത കേരളത്തിന്റെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴയാണ്. അല്ലെ, കേരളത്തിന്റെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴ. കടലുണ്ടിപ്പുഴയുടെ പ്രത്യേകത എന്താ സുഹൃത്തുക്കളെ? കടലുണ്ടിപ്പുഴയുടെ കരിമ്പുഴ എന്ന പേരിൽ അറിയപ്പെടുന്ന പുഴ എന്ന് ചോദിച്ചാൽ അത് കടലുണ്ടിപ്പുഴയാണ്. കരിമ്പുഴ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? കടലുണ്ടിപ്പുഴയാണ്. തൂതപ്പുഴയുടെ പ്രത്യേകത എന്താണ്? സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി എന്ന് ചോദിച്ചാൽ അത് തൂതപ്പുഴയാണ്. അല്ലെ, സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? നമ്മുടെ തൂതപ്പുഴയാണ്. അപ്പൊ അതുകൂടി ഒന്ന് പഠിച്ചോളണം. ഇതിന്റെ ഭാഗമായിട്ട് ഒന്നുകൂടി ക്വസ്റ്റ്യൻ പറയാം. താഴെ പറയുന്ന പ്രസ്താവനകൾ ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. കേരളത്തിലെ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദി, പാത്രക്കടവ് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി, സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി. ഇതിന്റെ ശരിയായ ഉത്തരം ആരാണ്? നമ്മുടെ കുന്തിപ്പുഴയാണ്. അപ്പോൾ ബാക്കിയുള്ള 3 ഓപ്ഷൻ കൂടെ ഒന്ന് പഠിക്കുക. കേരളത്തിന്റെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴ, കരിമ്പുഴ എന്ന പേരിൽ അറിയപ്പെടുന്നത് കടലുണ്ടിപ്പുഴ, സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയെ എന്ന് ചോദിച്ചാൽ അത് തൂതപ്പുഴയും, സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയെ എന്ന് ചോദിച്ചാൽ അത് കുന്തിപ്പുഴയുമാണ്. നമ്മുടെ 9ാമത്തെ ചോദ്യം,
നമ്മുടെ 9ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ മൺസൂണുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നുള്ളതാണ്. ഒന്നാമത്തെ പ്രസ്താവന, മൺസൂൺ എന്ന വാക്ക് അറബി വാക്കായ മൗസിം എന്ന വാക്കിൽ നിന്നും രൂപപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്തെ പ്രസ്താവന, മൺസൂൺ കാറ്റിന്റെ ഗതി കണ്ടെത്തി കേരളത്തിലേക്ക് എത്തിയ നാവികനാണ് ഹിപ്പാലസ്. മൂന്നാമത്തെ പോയിന്റ്, മൺസൂൺ കാറ്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് സൂര്യന്റെ അയനം, കൊറിയോലിസ് ബലം, താപത്തിലെ വ്യത്യാസം. ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം ശരിയാണ് കേട്ടോ. ഈ താഴെ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രസ്താവനയും ശരിയാണ് കേട്ടോ. താഴെ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രസ്താവനയും ശരിയാണ്. അപ്പൊ ഒന്നുകൂടി പഠിക്കാൻ സുഹൃത്തുക്കളെ ശ്രദ്ധിച്ചിരിക്കുക. മൺസൂണുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രസ്താവനകളാണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാണ്? മൺസൂൺ എന്ന വാക്ക് അറബി വാക്കായ മൗസിം എന്ന വാക്കിൽ നിന്നും രൂപപ്പെട്ടതാണ്. മൺസൂൺ എന്ന വാക്ക് അറബി വാക്കായ മൗസിം എന്ന വാക്കിൽ നിന്നും രൂപപ്പെട്ടതാണ്. മൺസൂൺ കാറ്റിന്റെ ഗതി കണ്ടെത്തി കേരളത്തെത്തിയ നാവികനാണ് ഹിപ്പാലസ്. മൺസൂൺ കാറ്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് സൂര്യന്റെ അയനം, കൊറിയോലിസ് ബലം, താപത്തിലെ വ്യത്യാസം. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. മൺസൂണുമായി ബന്ധപ്പെട്ടിട്ടുള്ള 3 പ്രസ്താവനകൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. മൺസൂൺ എന്ന വാക്ക് മൗസിം എന്ന അറബി വാക്കിൽ നിന്നും രൂപപ്പെട്ടു. മൺസൂൺ കാറ്റിന്റെ ഗതി കണ്ടെത്തി കേരളത്തിലേക്ക് എത്തിയ നാവികനാണ് ഹിപ്പാലസ്. മൺസൂൺ കാറ്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് സൂര്യന്റെ അയനം, കൊറിയോലിസ് ബലം, താപനിലയിലെ വ്യത്യാസം പഠിക്കുക. താഴെ പറയുന്നവയിൽ ശരി അല്ലാത്ത ജോഡി കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ 10ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത ജോഡി കണ്ടെത്തുക. ലക്നൗ ബീഗം ഹസ്രത്ത് മഹൽ. ലക്നൗ ബീഗം ഹസ്രത്ത് മഹൽ. ഓപ്ഷൻ ബി ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള. ഓപ്ഷൻ സി ഡൽഹി താന്തിയ തോപ്പി. ഓപ്ഷൻ ഡി ഝാൻസി റാണി ലക്ഷ്മി ഭായ്. ഇതിലെ തെറ്റായിട്ടുള്ള ജോഡി ഏതാ സുഹൃത്തുക്കളെ, അല്ലെങ്കിൽ ശരിയല്ലാത്ത ജോഡി ഏതാ സുഹൃത്തുക്കളെ? ഓപ്ഷൻ സി താന്തിയ തോപ്പി ഡൽഹി എന്നുള്ളതാണ്. ഓപ്ഷൻ സി താന്തിയ തോപ്പി ഡൽഹി എന്നുള്ളതാണ്. അത് തെറ്റാണ്. കാരണം ഡൽഹിയിൽ ആരായിരുന്നു സുഹൃത്തുക്കളെ? ഡൽഹിയില് നമ്മുടെ ബഹദൂർ ഷാ രണ്ടാമൻ എന്നറിയപ്പെടുന്ന ബഹദൂർ ഷാ സഫറും ജനറൽ ബഖ്ത് ഖാനുമായിരുന്നു കേട്ടോ. പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ലക്നൌവിൽ ആരായിരുന്നു? ബീഗം ഹസ്രത്ത് മഹൽ ആയിരുന്നു. ഫൈസാബാദിൽ ആരായിരുന്നു? മൗലവി അഹമ്മദുള്ളയാണ്. ഡൽഹിയിൽ താന്തിയ തോപ്പി അല്ല. ആരാണ്? ബഹദൂർ ഷാ രണ്ടാമൻ, അല്ലെങ്കിൽ അദ്ദേഹം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ബഹദൂർ ഷാ സഫർ എന്നുള്ളത്. അതിനോടൊപ്പം തന്നെ മറ്റൊരാൾ ആരായിരുന്നു? അദ്ദേഹത്തിന്റെ ജനറൽ ആയിരുന്ന ജനറൽ ബഖ്ത് ഖാൻ, അല്ലെങ്കിൽ സൈനിക തലവനായിരുന്ന ജനറൽ ബഖ്ത് ഖാനുമായിരുന്നു ഡൽഹിയിൽ എന്താണ് നമ്മുടെ കലാപം നിയന്ത്രിച്ചിരുന്നത്. അതുപോലെ തന്നെ ഝാൻസിയിൽ ആരാണ്? റാണി ലക്ഷ്മി ഭായിയുമായിരുന്നു. പഠിക്കുക. നമ്മുടെ 11ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനയിൽ തെറ്റായത് കണ്ടെത്തുക. താഴെ പറയുന്ന പ്രസ്താവനയിൽ തെറ്റായത് കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന, ഓസോൺ നാശത്തിന് കാരണമാകുന്ന ഉൽപ്പന്നങ്ങൾ നിരോധിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര ഉടമ്പടിയാണ് മോൺട്രിയൽ പ്രോട്ടോകോള്. രണ്ടാമത്തെ പോയിന്റ്, താഴെ നിന്ന് മുകളിലേക്കായി എഴുതുമ്പോൾ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, തെർമോസ്ഫിയർ, മീസോസ്ഫിയർ എന്നിങ്ങനെയാണ് ഭൂമിയിൽ അന്തരീക്ഷ പാളികൾ കാണപ്പെടുന്നത്. ഓപ്ഷൻ സി, അന്താരാഷ്ട്ര ഉടമ്പടിയായ ക്യോട്ടോ പ്രോട്ടോകോൾ ഒപ്പുവെച്ചത് 1997 നാലാമത്തെ പോയിന്റ്, മേഘങ്ങൾ, മഴ, ഇടിമിന്നൽ, കാറ്റ് എന്നീ അന്തരീക്ഷ പ്രതിഭാസങ്ങൾ കാണപ്പെടുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. ഇതിൽ ഏതാ സുഹൃത്തുക്കളെ തെറ്റായിട്ടുള്ള പ്രസ്താവന? ഓപ്ഷൻ ബി ആണ് അല്ലേ സുഹൃത്തുക്കളെ? കാരണം ഓപ്ഷൻ ബിയിൽ പറഞ്ഞിരിക്കുന്ന നമ്മുടെ എന്താണ് ഭൂമിയിലെ അന്തരീക്ഷ പാളികള് കൃത്യമായിട്ടല്ല, അതിൽ തെറ്റുണ്ടല്ലേ. അപ്പൊ കൃത്യമായിട്ട് നമുക്ക് എങ്ങനെ എഴുതാം ഭൂമിയിലെ അന്തരീക്ഷ പാളികള്? ആദ്യം ആരാ വരുന്നത്? ട്രോപ്പോസ്ഫിയർ ആണ്. രണ്ടാമത് ആരാ വരുന്നത്? സ്ട്രാറ്റോസ്ഫിയർ ആണ്. മൂന്നാമത് വരുന്നത് ആരാണ്? മീസോസ്ഫിയർ ആണ്. അതുപോലെ നാലാമതായിട്ടാണ് ആര് വരുന്നത്? തെർമോസ്ഫിയർ വരുന്നത്. പഠിക്കുക, തെർമോസ്ഫിയർ വരുന്നത് പഠിക്കുക. അപ്പൊ ഇത്രയും പോയിന്റ് സുഹൃത്തുക്കൾ ഓർക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഇത് പഠിക്കാനായിട്ട് ഒരു കോഡ് പറഞ്ഞു തരാം. TR എന്ന് വെച്ച് കഴിഞ്ഞാല് ടീച്ചർ എന്നല്ലേ സുഹൃത്തുക്കളെ പറയുന്നത്? TR എന്ന് വെച്ചാൽ നമ്മൾ ഷോർട്ട് ഫോമിൽ എന്താ ടീച്ചറിനെ പറയുന്നതാണല്ലേ TR എന്ന്. അപ്പൊ ഇങ്ങനെ പഠിച്ചു വെക്കുക. ടീച്ചർ സ്റ്റാർ ആകാൻ മീഷോയിൽ നിന്നും ടീ വാങ്ങി എന്നങ്ങ് പഠിക്കുക കേട്ടോ. ടീച്ചർ സ്റ്റാർ ആകാൻ മീഷോയിൽ നിന്ന് ടീ വാങ്ങി എന്നങ്ങ് പഠിക്കുക. പിന്നെ നിങ്ങൾ ഒരിക്കലും മറക്കില്ല, ഭൂമിയിൽ അന്തരീക്ഷ പാളികൾ ചോദിച്ചാൽ TR എന്ന് വെച്ചാൽ നമ്മുടെ ടീച്ചറിന്റെ ഷോർട്ട് ഫോം ആണെന്ന് പറഞ്ഞേ. അപ്പൊ TR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രോപ്പോസ്ഫിയർ ആണ്. അതുപോലെ തന്നെ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രാറ്റോസ്ഫിയർ, സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രാറ്റോസ്ഫിയർ. മീഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീസോസ്ഫിയർ, മീഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീസോസ്ഫിയർ. അതുപോലെ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത്
തെർമോസ്ഫിയർ ആണ്. ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെർമോസ്ഫിയർ ആണ്. ഇങ്ങനെ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. പറയാം, ശ്രദ്ധിച്ചോളണേ. ഓസോൺ നാശത്തിന് കാരണമാകുന്ന ഉൽപ്പന്നങ്ങൾ നിരോധിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര ഉടമ്പടിയാണ് മോൺട്രിയൽ പ്രോട്ടോകോള്. എന്താണ്? ഓസോൺ നാശത്തിന് കാരണമാകുന്ന ഉൽപ്പന്നങ്ങൾ നിരോധിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര ഉടമ്പടിയാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. അതുപോലെ തന്നെ ഭൂമിയിലെ അന്തരീക്ഷ പാളികൾ എങ്ങനെയാ കാണപ്പെടുന്നത്? താഴെ നിന്ന് മുകളിലേക്ക് എഴുതുമ്പോൾ ആദ്യം ഏതാ വരുന്നത്? ട്രോപ്പോസ്ഫിയർ ആണ്. അതിനുശേഷം സ്ട്രാറ്റോസ്ഫിയർ വരുന്നു. അതിനുശേഷം മീസോസ്ഫിയർ വരുന്നു. അതിനുശേഷമാണ് തെർമോസ്ഫിയർ വരുന്നത്. പഠിക്കുക. അതുപോലെ അന്താരാഷ്ട്ര ഉടമ്പടിയായ ക്യോട്ടോ പ്രോട്ടോകോൾ ഒപ്പുവെച്ചത് 1997 കേട്ടോ. അന്താരാഷ്ട്ര ഉടമ്പടിയായ ക്യോട്ടോ പ്രോട്ടോകോൾ ഒപ്പുവെച്ചത് എത്രയിലാണ്? 1997. മേഘങ്ങൾ, ഇടിമിന്നൽ, മഴ, കാറ്റ് എന്നീ അന്തരീക്ഷ പ്രതിഭാസങ്ങൾ കാണപ്പെടുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. അതുകൂടെ ഒന്ന് പഠിച്ചു വെച്ചോളണേ. മേഘങ്ങള്, മഴ, ഇടിമിന്നൽ, കാറ്റ് എന്നീ അന്തരീക്ഷ പ്രതിഭാസങ്ങൾ ഉണ്ടാവുന്നത് എവിടെയാണ്? അത് ട്രോപ്പോസ്ഫിയറിലാണ്. മോൺട്രിയൽ പ്രോട്ടോകോൾ ഒപ്പുവെച്ച വർഷം ചോദിച്ചാൽ 1987 സെപ്റ്റംബർ മാസം 16 ക്യോട്ടോ പ്രോട്ടോകോൾ ഒപ്പുവെച്ചത് 1997 ഡിസംബർ മാസം 11 12ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ദേശീയ വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. താഴെ പറയുന്നവയിൽ ദേശീയ വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന, ദേശീയ വനിതാ കമ്മീഷന് ഒരു സിവിൽ കോടതിയുടെ അധികാരമുണ്ട്. ദേശീയ വനിതാ കമ്മീഷന് ഒരു സിവിൽ കോടതിയുടെ അധികാരമുണ്ട്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ദേശീയ വനിതാ കമ്മീഷനിൽ ഏതെങ്കിലും ഒരു കോടതിയിൽ നിന്നോ ഓഫീസിൽ നിന്നോ ഏതെങ്കിലും ഒരു പൊതുരേഖയോ അതിന്റെ പകർപ്പോ ആവശ്യപ്പെടുന്നതിനുള്ള അധികാരമുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന 2 പോയിന്റും ശരിയാണ് കേട്ടോ. പഠിച്ചോളണേ. ദേശീയ വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 പോയിന്റ് ആണ് പറഞ്ഞത്. ഒന്നുകൂടി പറയാൻ ശ്രദ്ധിക്കുക. ദേശീയ വനിതാ കമ്മീഷന് ഒരു സിവിൽ കോടതിയുടെ അധികാരമുണ്ട്. അപ്പോൾ നമ്മുടെ ദേശീയ വനിതാ കമ്മീഷന് ഒരു സിവിൽ കോടതിയുടെ എന്തൊക്കെ അധികാരമുണ്ടോ ആ അധികാരങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ദേശീയ വനിതാ കമ്മീഷന് ഏതെങ്കിലും ഒരു കോടതിയിൽ നിന്നോ ഒരു ഓഫീസിൽ നിന്നോ ഏതെങ്കിലും ഒരു പൊതുരേഖയോ അതിന്റെ പകർപ്പോ ആവശ്യപ്പെടുവാനുള്ള അധികാരമുണ്ട്. അത് തന്നെയാണ് ഒരു സിവിൽ കോടതിയുടെ ഏറ്റവും പരമപ്രധാനമായ അധികാരം എന്ന് പറയുന്നത് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, ശ്രദ്ധിക്കുക. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് ഒന്നുകൂടി പറയാം. ദേശീയ വനിതാ കമ്മീഷന് ഏതെങ്കിലും ഒരു കോടതിയിൽ നിന്നോ ഓഫീസിൽ നിന്നോ ഏതെങ്കിലും ഒരു പൊതുരേഖയോ അതിന്റെ പകർപ്പോ ആവശ്യപ്പെടുവാനുള്ള അധികാരമുണ്ട്. പഠിക്കും. 13ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന സംഗീത ഉപകരണമാണ് ഇടയ്ക്ക. ഓൾ ഇന്ത്യ റേഡിയോ 1930 മുതൽ 30 വർഷത്തേക്ക് നിരോധിച്ച സംഗീത ഉപകരണം ഹാർമോണിയം ആയിരുന്നു. തമിഴ്നാട്ടിലെ നരസിംഹപേട്ട എന്ന സ്ഥലത്ത് നിന്ന് നാഗസ്വരം നിർമ്മാണത്തിന് ഭൗമസൂചിക പദവി ലഭിച്ചു. സ്പെയിൻ എന്ന രാജ്യത്ത് നിന്നാണ് ഗിത്താർ പിറവിയെടുത്തത്. ഇതിൽ പറയുന്നതിൽ ഏതാണ് ശരിയായ പ്രസ്താവന എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന 4 പ്രസ്താവനകളും ശരിയാണ് കേട്ടോ. ഈ പറഞ്ഞിരിക്കുന്ന 4 പ്രസ്താവനകളും ശരിയാണ്. അപ്പോ സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന സംഗീത ഉപകരണമാണ് ഇടയ്ക്ക. സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന സംഗീത ഉപകരണമാണ് ഇടയ്ക്ക. ഓൾ ഇന്ത്യ റേഡിയോ 1930 മുതൽ 30 വർഷത്തേക്ക് നിരോധിച്ച സംഗീത ഉപകരണം എന്ന് ചോദിച്ചാൽ അത് ഹാർമോണിയം ആയിരുന്നു കേട്ടോ. ഏതാണ്? ഹാർമോണിയം ആയിരുന്നു. കാരണം എന്തെന്ന് ചോദിച്ചാൽ അത് വിദേശ നിർമ്മിതമായിട്ടൊരു ഉപകരണമാണ് അല്ലെങ്കിൽ സംഗീത ഉപകരണമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഹാർമോണിയം നിരോധിച്ചത്. തമിഴ്നാട്ടിലെ നരസിംഹപേട്ട എന്ന സ്ഥലത്ത് നിന്നും നാഗസ്വര നിർമ്മാണത്തിന് ഭൗമസൂചിക പദവി ലഭിച്ചു. നാഗസ്വരം എന്ന് പറഞ്ഞാലും നാദസ്വരം എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്, ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ നാദസ്വരം അല്ലെങ്കിൽ നാഗസ്വരം എന്ന് പറയുന്ന നമ്മുടെ സംഗീത ഉപകരണം നിർമ്മിക്കുന്നതിൽ തമിഴ്നാട്ടിലെ നരസിംഹപേട്ട എന്ന് പറയുന്ന സ്ഥലം വളരെ ഫേമസ് ആണ്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തിന് ഭൗമസൂചിക പദവി ലഭിച്ചു കേട്ടോ. എന്താണ്? ഭൗമസൂചിക പദവി ലഭിച്ചു. സ്പെയിൻ എന്ന രാജ്യത്ത് നിന്നാണ് ഗിത്താർ പിറവിയെടുത്തത്. അപ്പോൾ ഗിത്താറിന്റെ ജന്മദേശം ഏതാണ്? സ്പെയിൻ ആണ്. ഗിത്താറിന്റെ ജന്മദേശം ഏതാണ്? സ്പെയിൻ ആണ്. നമ്മുടെ 14ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ തിരമാലയിൽ നിന്നുള്ള വൈദ്യുത ഉൽപാദന പദ്ധതി സ്ഥാപിതമായ സ്ഥലം വിഴിഞ്ഞം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ജലവൈദ്യുതിയിലൂടെ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ മേഖലയിലുള്ള ജലവൈദ്യുത പദ്ധതിയാണ് മണിയാറ്. ഇതിൽ പ്രസ്താവനയിൽ ഏതാ സുഹൃത്തുക്കളെ ശരി? താഴെ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രസ്താവനയും ശരിയാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം. കേരളത്തിലെ ആദ്യത്തെ തിരമാലയിൽ നിന്നുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതി സ്ഥാപിതമായത് എവിടെയാണ്? അത് വിഴിഞ്ഞത്താണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ജലവൈദ്യുതിയിലൂടെയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എങ്ങനെയാണ്?
ജലവൈദ്യുതിയിലൂടെയാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസല്. പള്ളിവാസൽ വന്ന വർഷം എത്രയാണ്? 1940 കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി വന്നത് എന്നാ സുഹൃത്തുക്കളെ? 1940 അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ മേഖലയിലുള്ള ജലവൈദ്യുത പദ്ധതി എന്നറിയപ്പെടുന്ന മണിയാർ എവിടെയാ സുഹൃത്തുക്കളെ സ്ഥിതി ചെയ്യുന്നത്? ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട ജില്ലയിലാണ് കേട്ടോ. പത്തനംതിട്ട ജില്ലയിലാണ്. അതുകൂടെ ഒന്ന് പഠിച്ചോളണേ. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ മേഖലയിലുള്ള ജലവൈദ്യുത പദ്ധതിയാണ് മണിയാറ്. അത് സ്ഥിതി ചെയ്യുന്ന ജില്ല പത്തനംതിട്ട ജില്ല. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി എന്നറിയപ്പെടുന്നത് പള്ളിവാസല്. പള്ളിവാസൽ സ്ഥാപിതമായ വർഷം 1940 കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ജലവൈദ്യുതിയിലൂടെയാണ്. കേരളത്തിലെ ആദ്യത്തെ തിരമാലയിൽ നിന്നുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചത് എവിടെയാണ്? അത് വിഴിഞ്ഞത്ത് നിന്നാണ്. പഠിക്കുക. 15ാമത്തെ ചോദ്യം, മൗലാന അബ്ദുൽ കലാം ആസാദുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? മൗലാന അബ്ദുൽ കലാം ആസാദുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം പ്രസ്താവനകൾ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി. ഓപ്ഷൻ ബി, അൽ ഹിലാൽ പത്രത്തിന്റെ സ്ഥാപകൻ. ഓപ്ഷൻ സി, 1888 മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. ഓപ്ഷൻ ഡി, മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ആത്മകഥയാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് ചോദിച്ചാല് താഴെ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ് കേട്ടോ. താഴെ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ പ്രസ്താവനകൾ ഒന്നും കൂടി പറയാം, ശ്രദ്ധിച്ചു പഠിക്കുക. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി മൗലാന അബ്ദുൽ കലാം ആസാദ്. അൽ ഹിലാൽ പത്രത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. 1888 മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനി എന്നറിയപ്പെടുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ആത്മകഥയാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. ഇന്ത്യ വിൻസ് ഫ്രീഡം. ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കുക. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു. അൽ ഹിലാൽ പത്രത്തിന്റെ സ്ഥാപകൻ മൗലാന അബ്ദുൽ കലാം ആസാദ്. 1888 മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനി എന്നറിയപ്പെടുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ആത്മകഥയാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. പഠിക്കുക. നമ്മുടെ 16ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. വിജയനഗര സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് കർണാടക. സേലം സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്. റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ഒഡീഷ. ഭിലായ് ഉരുമ്പുരുക്കുശാല സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശ്. ഇതിൽ ഏതാ സുഹൃത്തുക്കളെ ശരിയായിട്ടുള്ള ജോഡി? ആദ്യത്തെ 3 ജോഡികൾ ശരിയാണ്. ഇതിൽ തെറ്റാരാണ്? നമ്മുടെ ഭിലായ് ഉരുക്ക് നിർമ്മാണശാല മധ്യപ്രദേശ് അല്ല. അത് എവിടെയാ സുഹൃത്തുക്കളെ? നമ്മുടെ ഛത്തീസ്ഗഡിലാണ് അല്ലേ. കൂടി പറയാൻ ശ്രദ്ധിക്കുക. വിജയനഗര സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് കർണാടകം. സേലം സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്. റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ഒഡീഷ. ഭിലായ് ഉരുക്ക് നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ്. ഭിലായ് ഉരുക്ക് നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഛത്തീസ്ഗഡിലാണ്. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കുക. 17ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ്. ഓപ്ഷൻ ബി, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ഓപ്ഷൻ സി, കേരളത്തിലെ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള ജില്ല ഇടുക്കിയാണ്. ഓപ്ഷൻ ഡി, ആദ്യത്തെ വന്യജീവി സങ്കേതമെന്നും കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമെന്നും അറിയപ്പെടുന്നത് പെരിയാർ ആണ്. ഇതിൽ ഏതാണ് ശരിയെന്നാണ് PSC ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ താഴെ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ് കേട്ടോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള സംസ്ഥാനം മധ്യപ്രദേശ്. ഇന്ത്യയില് ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ്. ഇനി കേന്ദ്രഭരണ പ്രദേശമാണ് ചോദിക്കുന്നത് ഏതാ സുഹൃത്തുക്കളെ? അത് ആൻഡമാൻ നിക്കോബാർ ദ്വീപാണ് കേട്ടോ. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ് അല്ലേ, ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള സംസ്ഥാനം ചോദിച്ചാൽ മധ്യപ്രദേശും, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചാൽ അത് ആൻഡമാൻ നിക്കോബാറുമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള സംസ്ഥാനം മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള സംസ്ഥാനം ചോദിച്ചാൽ അത് മഹാരാഷ്ട്രയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള ജില്ല ഇടുക്കി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള ജില്ല ചോദിച്ചാൽ ഇടുക്കി ജില്ല. ആദ്യത്തെ വന്യജീവി സങ്കേതം എന്നും കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം എന്നും അറിയപ്പെടുന്നത് പെരിയാർ ആണ്. പെരിയാർ വന്യജീവി സങ്കേതം നിലവിൽ വന്നത് എന്നാ സുഹൃത്തുക്കളെ? 1950 കേട്ടോ. പെരിയാർ വന്യജീവി സങ്കേതം നിലവിൽ വന്നത് 1950. പെരിയാർ വന്യജീവി സങ്കേതം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് തേക്കടി വന്യജീവി സങ്കേതം. പെരിയാർ വന്യജീവി സങ്കേതം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് തേക്കടി വന്യജീവി സങ്കേതം. അതുപോലെ തന്നെ പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ ആദ്യത്തെ പേരെന്താ സുഹൃത്തുക്കളെ? നെല്ലിക്കാംപെട്ടി എന്നായിരുന്നു കേട്ടോ. നെല്ലിക്കാംപെട്ടി എന്നായിരുന്നു. ഇത്രയും കൂടെ ഒന്ന് പഠിച്ചു വെച്ചോളണേ. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമെന്നും കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് പെരിയാറാണ്. പെരിയാർ വന്യജീവി സങ്കേതം നിലവിൽ വന്നത് എന്നാണ്? 1950. അതുപോലെ തന്നെ
പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ മറ്റൊരു പേരാണ് തേക്കടി വന്യജീവി സങ്കേതം എന്ന്. അതുപോലെ തന്നെ പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ ആദ്യത്തെ പേരെന്തായിരുന്നു? നെല്ലിക്കാമ്പെട്ടി ഗെയിം സാഞ്ചുറി എന്നായിരുന്നു, അല്ലെങ്കിൽ നെല്ലിക്കാമ്പെട്ടി വന്യജീവി സങ്കേതം എന്നായിരുന്നു. ഇത് കൂടി ഒന്ന് പഠിച്ചു വെക്കുക. 18ാമത്തെ ചോദ്യം, ചേരുംപടി ചേർക്കുക. ഉൽപ്പന്നവും ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യവുമാണ് ഇവിടെ ചേരുംപടി ചേർക്കാൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ചണം, ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം, ഇന്ത്യ. ഓപ്ഷൻ ബി ഗോതമ്പ്, ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈന. ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം തായ്ലാന്റ്. ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ബ്രസീൽ. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റും ശരിയാണ് കേട്ടോ, പഠിച്ചോളണേ. ചണം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? നമ്മുടെ ഇന്ത്യ തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈനയാണ്. ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം തായ്ലാന്റ് ആണ്. ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ബ്രസീലാണ്. ഒന്നുകൂടി പറയാം, ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈനയാണ്. ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം തായ്ലാന്റ് ആണ്. ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ബ്രസീലാണ്. പഠിക്കുക. ഇത്രയുമായിരുന്നു നമ്മുടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പുറത്തിറക്കുന്ന PSC ബുള്ളറ്റിൽ നിന്നും തിരഞ്ഞെടുത്ത പ്രസ്താവന ചോദ്യങ്ങൾ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് 2024 പുറത്തിറക്കിയ നമ്മുടെ PSC ബുള്ളറ്റിൽ നിന്നുള്ളതാണ് കേട്ടോ. അതോടെ സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക. അടുത്ത ഭാഗം ഇത് നമ്മൾ നാളെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവരും ഇത് കാണാൻ ശ്രമിക്കുക. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങൾ എത്തുന്ന സുഹൃത്തുക്കളെ നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.